ഉഹദ് പർവ്വതത്തോളം കടം ഒരാളുടെ തലയിലുണ്ട്, ഉത്തരവാദിത്തത്തിലുണ്ട്. വലിയ ഭാരിച്ച കടം, എത്ര ചെയ്താലും എങ്ങനെ സമ്പാദിച്ചാലും കൊടുത്തു വീട്ടാൻ പറ്റാത്തത്ര വലിയ കടം ഒരാൾ പേറി നടക്കുകയാണ്. വളരെ എളുപ്പത്തിൽ അതിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള 5 പ്രധാന ഇസ്മുകൾ ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. 5 പ്രധാനപ്പെട്ട സൂറത്തുകൾ കേൾക്കാം. 3 പവർഫുള്ളായ ദുആയും ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. 5 ഇസ്മുകൾ, 5 സൂറത്തുകൾ, 3 പ്രധാനപ്പെട്ട ദുആയും. ആരെങ്കിലും ഒരാൾ നിത്യമായി ഇത് പതിവാക്കി കഴിഞ്ഞാൽ ഉഹദ് പർവ്വതത്തോളം കടങ്ങൾ അയാളുടെ ഉത്തരവാദിത്തത്തിലുണ്ടെങ്കിലും ശരി, അത് പൂർണ്ണമായി മാറിക്കിട്ടാൻ, തീർന്നു കിട്ടാൻ, ഇല്ലാതെയായി കിട്ടാൻ, ആ കടങ്ങൾ വീടാനുള്ള പരിഹാര മാർഗങ്ങൾ തുറന്നു കിട്ടാൻ കാരണമായി തീരും. ഇതെൻ്റെ വകയായി പറയുകയല്ല, ഹബീബായ നബി തങ്ങളുടെ ഹദീസുകളിലൂടെ, മഹാന്മാരുടെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മളുടെ വീട്ടുകാർ, കൂട്ടുകാർ, കുടുംബാദികൾ, അവർക്കൊക്കെ ഒന്ന് ഇത് അയച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, പല വിഷമങ്ങളും പറഞ്ഞു ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവർ, വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞിട്ട്, സങ്കടങ്ങൾ പറഞ്ഞിട്ട്, ഉസ്താദേ നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുകയും പരിഹാരങ്ങൾ തേടുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വിഷമമാണ് സാമ്പത്തികമായ ഞെരുക്കം. ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾ, ഉള്ള ജോലി കൊണ്ട് തൻ്റെ മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും. എത്രയോ ആളുകൾ, ഗൾഫിലുള്ള, വിദേശത്തുള്ള ആളുകൾ വിളിച്ച് സങ്കടം പറഞ്ഞവരുണ്ട്. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉസ്താദേ, ഇപ്പോൾ വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാൻ, ചിലവിനുള്ളത് അയച്ചു കൊടുക്കാൻ പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ വീട്ടിലെ ഉമ്മമാരൊക്കെ എത്രയോ വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും സാമ്പത്തിക വിഷയങ്ങൾക്കൊക്കെ അള്ളാഹു റാഹത്തുള്ള പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചിലതൊക്കെ ചെയ്യണം, അക്കൂട്ടത്തിൽ നമ്മളെന്തെങ്കിലുമൊക്കെ പരിഹാരത്തിനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യണം. അള്ളാഹു അതിനുള്ള വഴികൾ എളുപ്പമാക്കി തരും ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് പരിഹാരം തേടി അവർക്കൊക്കെ വ്യത്യസ്തങ്ങളായ അവരാവശ്യപ്പെട്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് സന്തോഷം അറിയിച്ചവരുണ്ട്. സന്തോഷം അറിയിച്ച അത് കേൾക്കുമ്പോൾ നമുക്കൊരു റാഹത്താണ്, കേൾക്കുമ്പോൾ നമുക്കൊരു കൽബിനൊരു വലിയ സ്നേഹവും അവരോടുള്ള ആദരവും ഒക്കെയാണ്. എന്ത് ചെയ്യുക, അവരത് ചെയ്ത് അവർക്ക് അതിനുള്ള ഫലം കിട്ടിയത് അവർക്കുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് നല്ലത് കേൾക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഒരു 5 ഇസ്മുകൾ, 5 ചെറിയ സൂറത്തുകൾ, അതുപോലെ തന്നെ 3 പവർഫുള്ളായ ദുആ. നമ്മുടെ ജീവിതത്തിൽ ഇതൊന്ന് നിങ്ങൾ പതിവാക്കി ഇൻഷാ അല്ലാഹ്. ഇതൊന്ന് പതിവാക്കി. ആ കൂട്ടത്തിൽ പറയട്ടെ, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്തു വെക്കുക. കാരണം ഒരുപാട് ഇതുപോലെയുള്ള നല്ല നല്ല അമലുകളുടെ വീഡിയോസ് നമ്മൾ സ്ഥിരമായി അപ്ലോഡ് ചെയ്യാറുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളിലേക്ക് അത് എത്തിച്ചു തരാനൊക്കെ ഉപകരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ നമ്മൾ ജീവിതത്തിൽ പതിവായി കേൾക്കുന്ന, സ്ഥിരമായി കേൾക്കുന്ന, അല്ലെങ്കിൽ സ്ഥിരമായി ചൊല്ലിപ്പരിചയമുള്ള ചില ഇസ്മുകൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഉസ്താദ് ഇതായിരുന്നു, ഈ ഇസ്മായിരുന്നു, ഇത് ഞങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ, ഇതിൻ്റെ മഹത്വം ഇങ്ങനെ ആയിരുന്നോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. അക്കൂട്ടത്തിൽപ്പെട്ട മഹത്തായ 5 ഇസ്മ. ഒന്ന്, യാ ഗനിയു എന്ന ഇസ്മ. യാ ഗനിയു എന്ന ഇസ്മ എത്ര എണ്ണം ചൊല്ലണമെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നിച്ച് പറഞ്ഞുതരാം. ഇതെല്ലാം ഒരേ കണക്ക് തന്നെയാണ്, ഏകദേശം ഒരേ കണക്ക് തന്നെയാണ്, ചില വ്യത്യാസമുള്ളത് ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. യാ ഗനിയു എന്നത്, യാ ഗനിയു എന്ന ഇസ്മ. രണ്ടാമത്തത് യാ മുഗ്നി എന്ന ഇസ്മ. ഒന്ന് യാ ഗനിയു, രണ്ടാമത്തെ യാ മുഗ്നി, മൂന്നാമത്തെ യാ റസ്സാഖു എന്ന ഇസ്മ, നാലാമത്തത് യാ ഫത്താഹു എന്ന ഇസ്മ, അഞ്ചാമത്തത് യാ വഹാബു എന്ന ഇസ്മ. മനസ്സിലായോ? യാ ഗനിയു, യാ മുഗ്നി, യാ റസ്സാഖു, യാ ഫത്താഹു, യാ വഹാബു. ഈ ഒരു 5 ഇസ്മുകൾ. ഈ 5 ഇസ്മുകൾ എത്ര എണ്ണം ചൊല്ലണം? ഇസ്മുകൾ നമുക്കറിയാം, ചൊല്ലാൻ അറിയാലോ. ഇതെത്ര എണ്ണം ചൊല്ലണം? ആ എണ്ണം കൂടെ പറഞ്ഞുതരാം. യാ ഗനിയു എന്ന ഇസ്മു ചൊല്ലേണ്ടത് 100 പ്രാവശ്യമാണ് ദിവസവും. ഏതെങ്കിലും ഒരു സമയത്ത്, സുബഹയ്ക്ക് ശേഷമോ മഗ്രിബിന് ശേഷമോ എപ്പോഴാണോ പറ്റുന്നത് ആ ഒരു സമയത്ത് 100 തവണ ചൊല്ലാം. രണ്ടാമത്തത് യാ മുഗ്നി എന്ന ഇസ്മു ചൊല്ലേണ്ടത് അതും 100 തവണ ചൊല്ലാം. ഈ 2 ഇസ്മുകളും 100 തവണ വീതം ചൊല്ലുക. മൂന്നാമത്തെ യാ റസ്സാഖു എന്ന ഇസ്മ. യാ റസ്സാഖു എന്ന ഇസ്മ ചൊല്ലേണ്ടത് 313 തവണ ചൊല്ലണം. അത് സുബഹി നിസ്കാര ശേഷം തന്നെ ചൊല്ലണം.
ബാക്കിയുള്ളത് ഏത് സമയത്തും ചൊല്ലാം. എന്നാൽ യാ റസാഖു എന്ന ഇസ്മ ചൊല്ലേണ്ടത് 313 തവണ സുബഹി നിസ്കാര ശേഷം തന്നെ ചൊല്ലാൻ ശ്രമിക്കുക. നാലാമത്തത് യാ ഫത്താഹു എന്ന ഇസ്മ 100 പ്രാവശ്യം ചൊല്ലുക, അതും ഏത് സമയത്തും ചൊല്ലാം. അഞ്ചാമത്തത് യാ വഹാബു എന്ന ഇസ്മ, അതും 100 തവണ സുബഹി നിസ്കാര ശേഷം ചൊല്ലുക. മനസ്സിലായോ? അപ്പം ഈ 5 ഇസ്മുകളിൽ 3 ഇസ്മുകൾ ഏത് സമയത്ത് വേണമെങ്കിൽ ചൊല്ലാം, അത് 100 തവണ വീതം ചൊല്ലണം. 2 ഇസ്മുകൾ സുബഹയ്ക്ക് ശേഷം തന്നെ ചൊല്ലണം. അതിലൊന്ന് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട റസാഖ് എന്ന ഇസ്മ 313 തവണ സുബഹയ്ക്ക് ശേഷം ചൊല്ലുക. അഞ്ചാമതായി നമ്മൾ പറഞ്ഞ യാ വഹാബു എന്ന ഇസ്മ, യാ വഹാബു എന്ന ഇസ്മ, അതും 100 തവണ സുബഹയ്ക്ക് ശേഷം ചൊല്ലുക. ഈ കണക്ക് നിങ്ങളൊന്ന് എഴുതി വെക്കുക ഇൻഷാ അല്ലാഹ്. ഒരു പേപ്പറിലോ മറ്റോ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലുന്ന സമയത്ത്, ഇപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി, എല്ലാ ദിവസവും സുബഹി നിസ്കാര ശേഷം തന്നെ മൊത്തത്തിൽ അങ്ങ് ചൊല്ലിയാൽ മതി. സുബഹി നിസ്കാര ശേഷം 100 അതിനുശേഷം 313, പിന്നെ എന്ത് ചെയ്യുക 100 4 ഇസ്മുകളും ഒരെണ്ണം 313 ഇസ്മ. ഇത്രയാണ് എന്ത് ചെയ്യാൻ നമുക്ക് ചൊല്ലാനുള്ളത്. അത് നിരന്തരം എല്ലാ ദിവസവും മുടങ്ങാതെ ഇൻഷാ അല്ലാഹ് ചൊല്ലാം. ഈ കൂട്ടത്തിൽ നമുക്ക് ഓതാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ കടങ്ങൾ വീടാൻ ഓതേണ്ട ഒരു 5 സൂറത്തുകൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള, നമുക്ക് ഓതി പരിചയമുള്ള, നമ്മുടെ ജീവിതത്തിൽ എന്നും പതിവാക്കുന്ന ഒരു 5 സൂറത്തുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളുടെ കടങ്ങൾ മുഴുവൻ തീർന്നു കിട്ടുമെന്ന് പഠിപ്പിച്ച തന്ന സൂറത്തുകൾ. അതിലൊന്നാമത്തത് സൂറത്തുൽ വാഖിഅ. നമ്മളെപ്പോഴും കേൾക്കുന്ന സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ. ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് ദിവസവും ചൊല്ലിയാൽ, ഓതിയാൽ, അയാളുടെ റിസ്ഖിൽ വർധനവുണ്ടാകുകയും എത്ര കടങ്ങളുണ്ട് എങ്കിലും അത് മുഴുവൻ വീട്ടിൽ കിട്ടുകയും ചെയ്യുന്നതാണ് എന്ന്. എത്ര കടങ്ങളുണ്ടെങ്കിലും അത് മുഴുവൻ വീട്ടിൽ കിട്ടുകയും ചെയ്യുന്നതാണ്. ദിവസവും ഇശാ നിസ്കാര ശേഷമോ മഗ്രിബ് നിസ്കാര ശേഷമോ ഇത് പതിവായി ഓതാം. സൂറത്തുൽ വാഖിഅ. രണ്ടാമത്തത് സൂറത്തു യാസീനാണ്. ഈ 2 സൂറത്ത് നമുക്ക് അറിയുന്ന സൂറത്തുകളാണ്, നമ്മൾ കേട്ട് പരിചയമുള്ള സൂറത്തുകളാണ്. ഇത് ആരെങ്കിലും ഒരാൾ കൽബിൽ നിയ്യത്ത് വെച്ച് അള്ളാഹു എൻ്റെ കടങ്ങൾ തീർത്തു തരണേ അള്ളാഹ് എന്ന മനസ്സിൽ കരുതിക്കൊണ്ട് ആരെങ്കിലും ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിലെ കടങ്ങൾ മുഴുവൻ തീർന്നു കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തത് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. ചെറിയ സൂറത്താണ്, നമുക്കറിയുന്ന സൂറത്താണ്. ആരെങ്കിലും ഒരാൾ 10 തവണ, ഏറ്റവും കുറഞ്ഞത് 10 തവണ ഇത് ഓതിയാൽ അവർക്ക് സ്വർഗ്ഗക്കൊട്ടാരമുണ്ട് എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞു. എന്നാൽ നമുക്ക് കടം തീർന്നു കിട്ടണം, ദുനിയാവിൽ കടബാധ്യതയിൽ നിന്ന് രക്ഷ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് പതിവായി ഓതാം. ദിവസം ഓതാൻ പറ്റുമെങ്കിൽ 100 തവണ പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയും. 4-മത് സൂറത്തുൽ ഫലഖ്, 5-മത് സൂറത്തുൽ നാസ്. അപ്പോൾ 2 വലിയ സൂറത്തുകളും 3 കുഞ്ഞൻ സൂറത്തുകളും ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ പതിവാക്കിയാൽ, ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ എത്ര കൊടിയ കടമുണ്ടെങ്കിലും എത്ര വലിയ ബാധ്യത ഉണ്ടെങ്കിലും അയാളിൽ നിന്ന് രക്ഷ കിട്ടും, അതിൽ നിന്ന് രക്ഷ കിട്ടും, അയാൾക്ക് സലാമത്ത് ലഭിക്കും. അപ്പോൾ 5 ഇസ്മുകൾ നമ്മൾ പറഞ്ഞു, 5 സൂറത്തുകൾ പറഞ്ഞു. ഇനി ഒരു 3 ദുആ കൂടെ ഞാൻ പറഞ്ഞുതരാം. 3 പവർഫുള്ളായ ദുആ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ദുആയാണ് ഇൻഷാ അല്ലാഹ്. ആ ദുആയും കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കുക. എല്ലാ നിസ്കാര ശേഷമൊക്കെ നമ്മൾ ഇരുന്നിട്ട് ദുആ ചെയ്യുമ്പോൾ ഈ ദുആയും കൂടെ ഉൾപ്പെടുത്താം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. ഈ ഒരു ദുആഇൻ്റെ മാത്രം മഹത്വം പറഞ്ഞ എത്രയോ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ദുആ കൂടെ ദിവസവും പതിവാക്കണം. എല്ലാ നിസ്കാര ശേഷവും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ഹമ്മിൽ നിന്നും മനക്ലേശത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഞാനിതാ കാവൽ ചോദിക്കുന്നു അല്ലാഹ്. വഅഊദു ബിക മിനൽ അജ്സി വൽ കസിൽ. മടിയിൽ നിന്നും അലസതയിൽ നിന്നൊക്കെ ഞാനിതാ അശക്തിയിൽ നിന്നൊക്കെ ഞാൻ കാവൽ തേടുന്നു. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖിൽ. ഭീരുത്വത്തിൽ നിന്നും അതുപോലെ പിശുക്കിൽ നിന്നൊക്കെ ഞാൻ കാവൽ തേടുന്നു. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രി റിജാൽ. അതെ, അടിച്ചമർത്തുന്നതിന് തൊട്ട് അതുപോലെ തന്നെ കടബാധ്യത, കടത്തിൽ മുങ്ങി നശിക്കുന്നതിന് തൊട്ട് ഞാനിതാ കാവൽ തേടുന്നു. ആരെങ്കിലും ഒരു ആത്മാർത്ഥമായിട്ട് ഈ ഒരു ദുആ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ കടങ്ങൾ മുഴുവൻ തീർന്നു കിട്ടുന്നതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത 2-മത്തെ ദുആ ഏതാ? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ആ ദുആഇൻ്റെയും പ്രത്യേകമായ ഫദ്ലുകൾ പറഞ്ഞ വീഡിയോ നമ്മൾ ചാനലിൽ കിടപ്പുണ്ട്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇതുപോലെയുള്ള ദുആകൾ നമുക്ക് ലഭിക്കും. ചൊല്ലാൻ എളുപ്പമുള്ള ദുആകളൊക്കെ ഒരുപാടുണ്ട്, ഇസ്മുകളുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 3-മത്തെ ഒരു പവർഫുള്ളായ ദുആ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഈ ഒരു ദുആ കൂടെ ആരെങ്കിലും ഒരാൾ ദിവസവും എല്ലാ നിസ്കാര ശേഷവും പതിവാക്കി കഴിഞ്ഞാൽ കുന്നോളം മലയോളം
എത്ര കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും ശരി അത് മുഴുവൻ തീർന്നു കിട്ടാൻ കാരണമായി തീരും. അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ തീർത്തു തരണേ അല്ലാ, വിഷമങ്ങളൊക്കെ തീർത്തു തരണേ അല്ലാ, സാമ്പത്തികമായി ഞങ്ങൾക്ക് നീ ഉയർച്ച നൽകണേ അല്ലാ. ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞു തീർത്തത് നിങ്ങൾക്ക് കേട്ട് മുഴുവിപ്പിക്കാൻ ചില ആളുകൾക്ക് പെട്ടെന്ന് ധൃതി ഉണ്ടാവും കേട്ട് തീർക്കാൻ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ അമലുകളും കൂടെ കേട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ധൃതിയിൽ പറഞ്ഞത്. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ പൊരുത്തപ്പെടുന്നതാക്കി അനുഗ്രഹിക്കുമാറാട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൂലേ ഇൻഷാ അല്ലാഹ്. ചാനൽ സബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നമ്മുടെ മജ്ലിസുകളിലൊക്കെ ദുആ ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.